വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കടുത്ത വേനൽ ചൂടിൽ നമ്മൾ സൺസ്ക്രീൻ എങ്ങനെ പുരട്ടണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഭയങ്കര വേനലാണ്. ഈ വേനൽ ചൂടിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ഡള്ളാവുന്നുണ്ട്, ടാനൊക്കെ വരുന്നുണ്ട്. അതിന് നമ്മൾ നല്ല രീതിക്ക് പ്രിക്കോഷൻസ് എടുക്കുകയും വേണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആകും. പ്രീമച്ചുവർ ഏജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാരണം കൊണ്ടിട്ടൊക്കെ ഉണ്ടാവും. അതായത് വെയിലത്ത് കടുത്ത ചൂടൊക്കെ കാരണം വേനൽക്കാലത്ത് വെയിലൊക്കെ ഏറ്റിട്ട് ടാനൊക്കെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. സോ അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നറിയാം. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വേനൽ ചൂടിലും വെയിലത്തൊക്കെ നമുക്ക് കൂളായിട്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീനും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ച് തരുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫേസിൽ മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ ബോഡിയിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെയിലെന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് മാത്രമല്ലല്ലോ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അടിക്കുന്നത്. അത് എവിടെയൊക്കെ ഏൽക്കുന്നുണ്ടോ, യു വി റേസിൻ്റെ ആ ഒരു റിഫ്ലക്റ്റ് നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടത്ര ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പം യു വി ആൻഡ് യു വി വി പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതോടൊപ്പം തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് SPF ഫാക്ടർ നമ്മൾ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യണം. ഒരു SPF 50 ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കറണ്ട് ക്ലൈമറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ വെയിലൊക്കെ കൊള്ളുമ്പോൾ നമുക്ക് വേണ്ടത്ര നീഡഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. അതേപോലെ നിങ്ങളൊരു ഓയിലി സ്കിന്നിയർ ആണെങ്കിൽ നമുക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ജെൽ ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഡ്രൈ അല്ലെങ്കിൽ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ക്രീമി ടെക്സ്ചറുള്ള സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടും സൺസ്ക്രീനിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ള സൺസ്ക്രീൻ ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. ക്രീമോ ജെൽ ബേസോ ഒന്നുമല്ല, ഇതൊരു സ്പ്രേ ടൈപ്പ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ നെയിം വന്നിട്ടുള്ളത് AREY എന്നാണ്. ഐ തിങ്ക് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അരേനോ ഒക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ SPF ഫാക്ടർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു SPF ഫാക്ടർ ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കക്കാഡു പ്ലം ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഹൈഡ്രേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടത്ര പ്രൊട്ടക്ഷൻ, അതായത് UV ആൻഡ് UVB റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ആവോബെൻസോൺ എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. സോ അതിൻ്റെ ബെനിഫിറ്റ് കൊണ്ടിട്ടാണ് നമുക്ക് UV ആൻഡ് UV റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. പിന്നെ പ്രിവെൻറ്റ് പ്രീമച്ചുവർ ഏജിങ് അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോട്ടിൽ വൈസ് ഇതാണ് ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നല്ല, അതായത് സ്പ്രേ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഇപ്പം നല്ല ഓഫറിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ ടാഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് സോ ഈസി ടു അപ്ലൈ. ഭയങ്കര ഈസിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സ്പ്രേ ടൈപ്പ് അല്ലേ, ജസ്റ്റ് നമ്മൾ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. പിന്നെ സ്റ്റിക്കിനെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒട്ടും തന്നെ ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. റീആപ്ലിക്കേഷൻ നീഡഡ് ആണെന്ന് നമുക്കറിയാം. ലൈറ്റ് വെയിറ്റ് ആണ്, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. ഇത് അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, 100 സംതിങ് റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ വേണമെങ്കിൽ അതിലും താഴെ നമുക്ക് ഓഫറൊക്കെ ഉള്ളത് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിന് ടാഗ് ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. സൺസ്ക്രീൻ്റെ ഫാക്ടറും അതിൻ്റെ കൺസിസ്റ്റൻസിയും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ഔട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എന്ത് കൺസിസ്റ്റൻസിയാണോ അതങ്ങ് വാരി പൊത്തിയിട്ട് പോകുകയല്ല ചെയ്യേണ്ടത്. അതൊന്ന് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതായത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നമുക്ക് ഒരു പ്രാവശ്യം ഞാൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഓൾ ഡേ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സൺസ്ക്രീനിന് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രൊട്ടക്ഷൻ കേപ്പബിലിറ്റി. സോ അതായത് നമ്മളിപ്പോൾ വേർത്തൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സൺസ്ക്രീനിൻ്റെ പ്രൊഡക്റ്റൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊട്ടക്ഷൻ ലെവലൊക്കെ നമുക്ക് കുറഞ്ഞു വരും.
അതുകൊണ്ട് തന്നെ നമ്മൾ റീആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. റീആപ്ലിക്കേഷൻ നീഡഡ് ആണ് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ. അത് നമ്മൾ ഒരു 2 or 3 hours കഴിയുമ്പം റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്പ്രേ ടൈപ്പിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ക്രീം അല്ലെങ്കിൽ ജെൽ ബേസ് ഒക്കെ നമുക്ക് ആ മേക്കപ്പിൻ്റെ മുന്നേ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ആ ഒരു ലെയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇടുമ്പം എന്തൊക്കെയോ ഒരു സ്റ്റിക്കി ഫീൽ അല്ലെങ്കിൽ വേർക്കും ഓക്സിഡൈസിങ് ഫീലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്കിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിലും ഈ ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട അവസരത്തിൽ ഇതേപോലത്തെ സ്പ്രേ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണെങ്കിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ബ്രൈറ്റ്നസും പിന്നെ ഇൻവിസിബിൾ ഫിനിഷ് ഒക്കെ ആയതുകൊണ്ട് തന്നെ മേക്കപ്പിനൊക്കെ നമുക്ക് നന്നായിട്ട് മാച്ച് ചെയ്ത് ആ ഒരു റീആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ നിങ്ങളൊരു ജെൽ അല്ലെങ്കിൽ ക്രീം ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ 2 finger റൂൾ യൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടത്ര ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് പോകേണ്ട അത്രയും ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന പോലെ ഡോട്ട് അപ്ലൈ ചെയ്താൽ സൺസ്ക്രീൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണെന്ന് കേട്ടോ. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ എനിക്കറിയില്ല. അതൊരു പോയിന്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ലായിരിക്കും, കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ലോങ് ലാസ്റ്റിംഗ് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതിൽ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സ്പ്രേ ടൈപ്പ് ആണ്, ഈസി ടു യൂസ് ആണ്, പിന്നെ നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലല്ലേ അല്ലെങ്കിൽ ഒരു ചെറിയ പാക്ക് ആണല്ലോ. പിന്നെ ആപ്ലിക്കേഷൻ ഭയങ്കര ഈസിയാണ്. ഒരു കണ്ടില്ലേ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു കളർ വൈസ് നോക്കുകയാണെങ്കിൽ റീഅപ്ലൈ ഓൺ ദ ഗോ മാജിക് ബിക്കോസ് SPF ഈസ് ദ റിയൽ ആൻറ്റി ഏജിങ് ഹാക്ക്. നമുക്കറിയാം ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന് ഫ്രാഗ്രൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അതായത് സൺസ്ക്രീൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റെപ്സ്, സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വേണ്ട കുറച്ചധികം കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.